അല്ല, എന്താണ് പറഞ്ഞത്? മാം എനിക്ക് 35 വയസ്സായിപ്പോ. സിസേറിയൻ ആയിരുന്നു. 2 പിള്ളേരുണ്ട്. ഇളയവന് ഇപ്പം 5 വയസ്സാവുന്നു. അപ്പോൾ അതിനുശേഷം ഭയങ്കര ബ്ലീഡിങ്ങാ. ഒരു 2 വർഷം കൊണ്ട് നല്ല ബ്ലീഡിംഗ് ആണ്. ഞാൻ കുറേ ഹോസ്പിറ്റലുകളിൽ പോയി. പക്ഷേ അവർ കുറച്ച് ഹാർമോൺസ് ടാബ്ലറ്റ് ഒക്കെ തന്നായിരുന്നു. പിന്നെ ഒരിടത്ത് പോയപ്പോൾ ഒരു USG എടുത്ത് അതിന് ചെറിയൊരു ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കമ്പൽസറി ഹിസ്റ്റക്ടമി ചെയ്താലേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ ഹിസ്റ്റക്ടമി ചെയ്തതിനോട് ഒട്ടും താല്പര്യമില്ല. അതിന് വേറെ എന്തെങ്കിലും പേടിയാണ്. വേറെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? പ്രസവം നിർത്തിയിട്ടുണ്ടോ? ഇല്ല മാം, ഇത് നിർത്തിയിട്ടില്ല. സ്കാനിങ്ങിൽ 3 സെന്റിമീറ്ററിന് താഴെയുള്ള സബ്സീറസ് ഫൈബ്രോയിഡ് അല്ലേ? അതെ. അയ്യോ സിസ്റ്റർ, ഇത് ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഇതിനൊരു വഴിയുണ്ട്. ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹോർമോണൽ ലൂപ്പ് ഇട്ടുതരാം സിസ്റ്റർ. ഓക്കെ. ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഹോർമോണൽ ലൂപ്പിനെ പറ്റിയാണ്. ഇത് ലെവനോജസ്ട്രോൺ ഇൻട്രായൂട്രൈൻ ഡിവൈസ് ആണ്. ഇന്ത്യയിൽ ഇത് പല പേരുകളിൽ അറിയപ്പെടുന്നു. മെറീന, ഫിയോണ, എമിലി, എലോറ. കോപ്പറ്റി പോലിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ഡിവൈസാണ്. ഇതിൽ ഒരു സ്റ്റെമ്മുണ്ട്. ആ സ്റ്റെമ്മിലാണ് പ്രൊജസ്ട്രോൺ ഉള്ളത്. ഇതിന് 52 മില്ലിഗ്രാം പ്രൊജസ്ട്രോണും ആണ് കണ്ടന്റ് ആയിട്ടുള്ളത്. ഇത് ഒരു ദിവസം ഒരു 20 മൈക്രോഗ്രാം പെർ പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്യും. ഇതിൻ്റെ എഫിക്കസി എന്ന് പറഞ്ഞാൽ 5 to 8 years ഉണ്ട്. ഇത് എങ്ങനെ ഇടാമെന്ന് ചോദിച്ചാൽ OP പ്രൊസീജിയറായിട്ട് ഇടാം. ഇത് പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഗർഭപാത്രത്തിൻ്റെ മുഖഭാഗത്ത് മരവിപ്പിക്കുന്ന ഒരു ജെല്ല് പുരട്ടിയിട്ട് OP ആയിട്ട് 5-10 മിനിറ്റ് കൊണ്ട് ഇടാവുന്ന സാധനമാണ്. ഈ സ്റ്റെം കഴിഞ്ഞിട്ട് ഒരു ത്രെഡ് ഉണ്ട്. നമ്മളത് സെർവിക്സ് കഴിഞ്ഞിട്ട് 1 സെൻറ്റിമീറ്റർ മാറ്റിയിട്ട് അവിടെ വെച്ച് കട്ട് ചെയ്യും. ആ 1 സെൻറ്റിമീറ്റർ സെർവിക്സിൻ്റെ വെളിയിൽ കാണും. അപ്പോൾ പേഷ്യൻ്റ് ഇത് സെൽഫായിട്ടത് പാൽപ്പേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം അതുണ്ടോ ഇല്ലേ എന്ന് കണ്ടുപിടിക്കാം. പിന്നെ ഇത് റിമൂവ് ചെയ്യാൻ ഈസിയാണ്. ആ ത്രെഡിൽ പിടിച്ച് വലിച്ചാൽ മതി. ഇത് കോൺട്രാസെപ്ഷന് വലിയ എഫക്റ്റീവാണ്. ഒരു 6 to 8 years വരെ കോൺട്രാസെപ്ഷന് ഉപയോഗിക്കാം. ഇതിൻ്റെ ആക്ഷൻ എന്ന് വെച്ചാൽ എൻഡോമെട്രിയം തിന്നിങ് ആക്കും. എൻഡോമെട്രിയത്തിൻ്റെ കട്ടി കുറയ്ക്കും. എന്നിട്ട് ഈ സർവൈക്കൽ മ്യൂക്കോസയൊക്കെ കട്ടിയാക്കും. അപ്പോൾ സ്പേം പെനിട്രേഷൻ കുറയ്ക്കും. അപ്പോൾ ഇത് ഓവുലേഷന് യാതൊരു രീതിയിലും തടസ്സപ്പെടുത്തുന്നില്ല. നോ എഫക്റ്റ് ഓഫ് ഓവുലേഷൻ. പിന്നെ ഇത് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അടുത്ത മാസം മുതൽ ഗർഭിണിയാവാം. വേറെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. ഇതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ലോക്കൽ ആക്ഷനേ ഉള്ളൂ. യൂട്രസിൽ ആ പ്രൊജസ്ട്രോണിൻ്റെ എഫക്റ്റ് മാത്രമേ ഉണ്ടാകുള്ളൂ. സിസ്റ്റമിക് എഫക്റ്റ് ഒന്നും ഉണ്ടാകാറില്ല. ഇതിൻ്റെ മറ്റുള്ള ഉപയോഗം എന്ന് വെച്ചാൽ ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിങ്ങിന് ഉപയോഗിക്കാം. ഇപ്പോൾ സിസ്റ്റർ എന്ന് പറഞ്ഞതുപോലെ ഭയങ്കര ബ്ലീഡിംഗ് ആണ്, വയറുവേദനയുള്ള പേഷ്യൻ്റ് ഉപയോഗിക്കാം. ഡിസ്മെനോറിയ, എൻഡോമെട്രിയോസിസിൽ ഉപയോഗിക്കാം. പിന്നെ അഡിനോമയോസിസ് എന്ന് പറഞ്ഞ് ചില പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വയറുവേദന, ഭയങ്കര ബ്ലീഡിങ്. അപ്പം നോക്കുമ്പോൾ ബൾക്കി യൂട്രസ് ആയിരിക്കും. യൂട്രസിൻ്റെ വാളൊക്കെ തിക്കൻഡായിരിക്കും. ആ കണ്ടീഷനിൽ ഉപയോഗിക്കാം. പോളിപ്സിൽ ഉപയോഗിക്കാം. പിന്നെ സ്കാനിങ് നോക്കുമ്പോൾ ലെസ് ദാൻ 3 സെൻറ്റിമീറ്റർ ഉള്ള സബ്സീറസ് ഫൈബ്രോയിഡിൽ ഇത് ഉപയോഗിക്കാം. പിന്നെ എൻഡോമെട്രിയം ഹൈപ്പർപ്ലേസിയ എന്ന് പറയുന്ന കണ്ടീഷനിൽ ഉപയോഗിക്കാം. പ്രീ ക്യാൻസറസ് ആയിട്ടുള്ള എൻഡോമെട്രിയൽ പേഷ്യൻസിന് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇത് ഏതെല്ലാം കണ്ടീഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എൻഡോമെട്രിയൽ ക്യാൻസർ, സർവൈക്കൽ ക്യാൻസർ, ലിവർ ക്യാൻസർ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ പെൽവിക് ഇൻഫെക്ഷൻ ഉള്ളപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഇതിൻ്റെ ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. സെൽഫ് ഇൻസ്പെക്ഷൻ കൊണ്ട് പാൽപേഷൻ കൊണ്ട് തന്നെ അറിയാം ത്രെഡ് ഉണ്ടോ എന്ന്. പിന്നെ ഇടയ്ക്കൊരു സ്കാനിങ് എടുത്ത് നോക്കുക. നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ ഇത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ ഈ ത്രെഡ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ മിക്ക പേഷ്യൻസിനും സ്റ്റെറിലൈസേഷൻ പേടിയാണ്, ഹിസ്റ്റക്ടമി പേടിയാണ്. അങ്ങനെയുള്ള പേഷ്യൻസിന് ഈ ഹോർമോണൽ ലൂപ്പ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവാണ്. ഇതിന് കോസ്റ്റ് എഫക്റ്റീവാണ്. ബിറ്റ്വീൻ ഒരു 5,000 to 10,000 റുപ്പീസ് മാത്രമേ ചിലവുള്ളൂ. പിന്നെ ഹോസ്പിറ്റൽ സ്റ്റേ ഒന്നുമില്ല. OP പ്രൊസീജിയറായിട്ട് ചെയ്യാം. എന്തുകൊണ്ടും ഇങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ഇത് നല്ലതാണ്. ഒരു ഹിസ്റ്റക്ടമി ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻ്റെ മോർബിഡിറ്റി കൂടും. ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വിഷമങ്ങളൊക്കെ ഇത് അവോയ്ഡ് ചെയ്യും. പിന്നെ ഹോസ്പിറ്റൽ സ്റ്റേ ഇല്ല. പിന്നെ ഇതായിട്ട് നമ്മളിപ്പോൾ യൂട്രസ് മാത്രമായിട്ട് എടുത്താലും അത് ഹോർമോണൽ ഫങ്ഷനൊക്കെ കുറച്ച് എഫക്റ്റീവ് ഉണ്ടാക്കും. അതൊന്നും ഇവിടെ ഉണ്ടാകാറില്ല. അങ്ങനെ ഏതുകൊണ്ട് ഇത് മെറീന അല്ലെങ്കിൽ ഈ ഇൻട്രായൂട്രൈൻ ഡിവൈസ്, ഹോർമോണൽ ഡിവൈസ് വളരെ എഫക്റ്റീവാണ്. ആക്ച്വലി എനിക്ക് എൻ്റെ പേഴ്സണലി ഞാൻ കുറേ പേഷ്യൻസിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം വെൽ സാറ്റിസ്ഫൈഡ് ആണ്. ഇൻക്ലൂഡിങ് ഗൈനക്കോളജിസ്റ്റ് വരെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു
6 to 8 ഇയേഴ്സ് കോൺട്രാസെപ്റ്റീവ് ഇഫക്റ്റും കിട്ടും. പിന്നെ ഫൈബ്രോയിഡ്സ്, ചെറിയ ഫൈബ്രോയിഡൊന്നും ഫർദറായിട്ട് വളരത്തില്ല. പിന്നെ നമുക്ക് ബ്ലീഡിങ്ങും ഡിസ്മെനോറിയൻ എന്നീ ഭയങ്കര കഷ്ടപ്പെട്ട ഈ കണ്ടീഷൻസിനെല്ലാം ഒരു ശാശ്വത പരിഹാരമാണ് ഈ മെറീന. താങ്ക് യു.